ഹലോ ഗായ്സ്, നമ്മുടെ കുടിവെള്ള സ്രോതസ്സായ കിണറിൻ്റെ ഒരവസ്ഥ നിങ്ങൾ നോക്കി. മൊത്തം കാട് കയറി കിണർ തന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളവിടെ പോയി നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ കിണർ ഉള്ളിൽ നന്നാക്കുന്നതിൻ്റെ മുമ്പ് പുറം നന്നാക്കി വൃത്തിയാക്കുക എന്നുള്ളൊരു പർപ്പസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാക്കത്തി ഉപയോഗിച്ച് അത് നല്ലോണം വെട്ടി ഫിനിഷാക്കി ക്ലിയർ ആക്കിയാലേ നമുക്ക് കിണർ തന്നെ ഒരു വെളിച്ചത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ കിണർ ഞങ്ങൾ മൊത്തം പുറമുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഒരു അടിയിലേക്കുള്ള ക്ലീനിങ് പരിപാടികൾ നോക്കുകയാണ്. അത് മോശമല്ല, അടി നല്ല കുറച്ച് ക്ലീനാക്കാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ കിണറിലെ പൊടികളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് റിട്ടേൺ വാൽവ് ഇടിച്ചിട്ട് നല്ല ഫോഴ്സിൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കിണറിലേക്ക് ഇറങ്ങിയിട്ട് കിണർ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കി കുടിവെള്ള സ്രോതസ്സായ ഇങ്ങനത്തെ കിണറുകളൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതെ 2 കൊല്ലം കൂടുമ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒരു കിണറിൻ്റെ സൈഡിലെങ്കിലും പോയി നോക്കുക. എന്തെങ്കിലും വീണ് കിടന്നാലോ ചത്ത് കിടന്നാലോ ഒന്നും അറിയില്ല. ടാങ്കിൽ സ്മെല്ല് വരുമ്പോൾ മാത്രമേ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കി ആദ്യത്തെ കിണറിൻ്റെ കോലും ഇപ്പോഴുള്ള കിണറിൻ്റെ അടിപൊളി ഞങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അടി നല്ല പാറയാണ്.